പ്രിയപ്പെട്ടവരെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വലിയ തീഷ്ണതയോടും ദാഹത്തോടെയും വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്. നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സ്വഭാവങ്ങളും പല മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും ഉള്ളവരാണ് നമ്മൾ. നമുക്ക് അവരുമായി ഇടപഴകേണ്ടി വന്നേക്കാം. കുടുംബം, വിശുദ്ധി, സ്നേഹം, ക്ഷമ, കരുണ, ചാരിത്രശുദ്ധി, ഇതൊക്കെ പുച്ഛത്തോടെ കാണുന്നവരും ബഹുമാനിക്കുന്നവരും ഉണ്ടായേക്കാം. ഫിലിപ്പിയർ 4:19 വചനം തരുന്നു. വചനമാകുന്ന യേശുദാ വരുന്നു. എന്റെ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മക്കളെ, നമ്മൾ ചോദിക്കാതെ എത്രയോ നന്മകളാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവം തരാത്തതിന്റെ പേരിൽ കൂടെ നമ്മൾ വഴക്കടിക്കാറുണ്ടോ? ദൈവവുമായി പിണങ്ങാറുണ്ടോ? ദൈവത്തിൽ നിന്ന് മാറിപ്പോകാറുണ്ടോ? നമ്മുടെ ജന്മം നാം ചോദിച്ചു വാങ്ങിയതാണോ? നമ്മുടെ രൂപം നമ്മൾ ആവശ്യപ്പെട്ടു തന്നതാണോ? നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യം ഒരിക്കലും ദൈവം നിഷേധിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഹൃദയം നമ്മോട് സംസാരിക്കുന്നില്ലേ? നമ്മൾ ചോദിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരാണ് ദൈവവുമായി ഇണങ്ങിക്കഴിയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളിൽ മറന്നു പോകുന്ന ഒരു എലമെന്റ് ഉണ്ട്. നന്ദി പറയാൻ മറക്കരുത്. നന്ദി പറയുമ്പോൾ നമ്മിലെ പരാതിയും പരിഭവങ്ങളും അസംതൃപ്തിയും അവസാനിക്കും. ചിലപ്പോൾ ചില നഷ്ടങ്ങൾ നമ്മെ നല്ലവരാക്കിയ അനുഭവമില്ലേ? ചില വേദനകൾ നമ്മെ വിശുദ്ധരാക്കിയെന്ന വഴിയിലേക്ക് നയിച്ചില്ലേ? ചില അവഗണനകൾ നമ്മെ അറിയപ്പെടുന്ന തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? ചില പ്രശ്നങ്ങൾ നമ്മെ പ്രബുദ്ധരാക്കിയില്ലേ? ചില ബുദ്ധിമുട്ടുകൾ നമ്മെ ബുദ്ധിമാന്മാരാക്കിയില്ലേ? ചില രോഗങ്ങൾ പാപലോകത്തിൽ നിന്ന് നമ്മെ അകറ്റി സ്വർഗീയ ജീവിതത്തെ നയിച്ചില്ലേ? അതിനാലായിരിക്കും എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാത്തത്. വഴക്കടിക്കാൻ പോകരുത്. വിശ്വസിക്കണം. ദൈവഹിതത്തിന് വിധേയരാകണം. മറക്കരുതേ, ഇരുട്ടിന്റെ ഭീകരത അറിഞ്ഞവർക്ക് വെളിച്ചത്തിന്റെ മഹത്വം അറിയാൻ സാധിക്കും. ചോദിച്ചിട്ട് തരാതിരിക്കുമ്പോഴും ദൈവത്തോട് മറുതലിക്കാതെ വഴക്കടിക്കാതെ ദൈവഹിതത്തിന് വിധേയരാകുക. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിൽ വന്ന് ധാരാളമായി നിറയട്ടെ. വിവിധങ്ങളായ ഭവനങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ഒക്കെ അറിയിച്ചിരുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ ബലിക്കുള്ള യാഗപുഷ്പമായി സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടെ കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.